ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ 4-ാമത്തെ എപ്പിസോഡാണ് ഇന്ന് കഴിഞ്ഞത്. ശരിക്കും ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ ഞാൻ ഈ എപ്പിസോഡ് കാണുന്നത് ഹോട്ട്സ്റ്റാറിലാണ്, ടി വിയിൽ തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് ഏഷ്യാനെറ്റിൻ്റെ പ്രശ്നമാണോ അതോ എൻ്റെ വീട്ടിലെ നെറ്റിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല, കംപ്ലീറ്റ് ബഫറിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഞാനിന്ന് പറയുന്നതിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കോ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ചൂണ്ടി കാണിച്ചു തരണം. കാരണം വ്യക്തമായിട്ട് പലതും കാണാൻ പറ്റിയിട്ടില്ല, ഇങ്ങനെ കറങ്ങി നിൽക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിൽ എനിക്ക് ടോട്ടാലിറ്റിയിൽ ഒരു കാര്യം മനസ്സിലായത്, ബിന്നി കളി തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലായത്. കാരണം പല ഏരിയയിലും ബിന്നിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സംസാരങ്ങൾ വന്നു തുടങ്ങി. ബിന്നിയെ അത്ര പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല, വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംസാരങ്ങൾ. അതിന് അനുകൂലിച്ചുകൊണ്ട് തന്നെ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തതും ആ രീതിക്കായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. ഇതിനിടയ്ക്ക് ജിസേലിൻ്റെ ഡ്രസ്സ് ബിഗ് ബോസ് തിരിച്ചു മേടിച്ചു, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇന്ന് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ, അതോടൊപ്പം ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇന്ന് ബിഗ് ബോസ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത് ഇന്നലത്തെ, അതായത് രാത്രിയിൽ ശൈത്യ കട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പുകഞ്ഞ കൊള്ളി പുറത്ത് ടാസ്കിനകത്ത് ഷാനവാസും ശൈത്യയും ബിൻസിയും ജിസേലും പുറത്താണല്ലോ. അപ്പോൾ അതിനകത്ത് ശൈത്യ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ബിന്നി കണ്ടെത്തി. ബിന്നി കണ്ടുപിടിച്ചിട്ട് അക്ബറിനോടും അതുപോലെ തന്നെ ശരത്തിനോടും വന്ന് പറയുന്നുണ്ട്, ശൈത്യ ഉറങ്ങാണ്, എടുത്ത് ആ റെഡ് പോയിന്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ശൈത്യനെ പുറത്താക്കാം. അങ്ങനെ ഇവരെല്ലാവരും കൂടി വന്നിട്ട് ശൈത്യനെ തൂക്കിയെടുത്ത് ആ റെഡ് പോയിൻ്റ് അടുത്ത് കൊണ്ട് വയ്ക്കാൻ പോയതും ശൈത്യ കണ്ണു തുറന്നു. അങ്ങനെ ജസ്റ്റ് മിസ്സിന് അവർ രക്ഷപ്പെട്ടു. അതാണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ മോർണിംഗ് സോങ് ആണ്, ഗംഭീര ഒരു പാട്ട് ഞാൻ വ്യക്തമായിട്ട് കേട്ടില്ല, എനിക്ക് ഐഡിയ ഇല്ല. അതിനുശേഷം വന്നത് ഈ ഷാനവാസ് അനീഷിൻ്റെ പിന്നാലെ കിടന്ന് നടന്നിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അനീഷ് ഡോണ്ട് ടച്ച് മീ സ്റ്റേ അവേ ഫ്രം മീ. ഈ സ്റ്റേ അവേ ഫ്രം മീ കേട്ടപ്പോൾ ഞാൻ റിയാസൊക്കെയുള്ള സീസണിലാണ് ഈ സ്റ്റേ അവേ എന്നുള്ള വേർഡ് കേൾക്കുന്നത്. അതായത് റിയാസിൻ്റെ നാവിൽ തന്നെയാണ് കേൾക്കുന്നത്. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് ആ ഒരു വാക്ക് കേൾക്കുന്നത്. സോ അനീഷ് ഷാനവാസിനോട് പറയുന്ന വാചകമാണ് സ്റ്റേ അവേ ഫ്രം മീ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടതെന്ന് പറയുന്നത് ഇന്നലത്തെ സെപ്റ്റിക് ടാങ്കിൻ്റെ ഇഷ്യൂ ആണ്. അക്ബർ രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് അതിപ്പോൾ വലിയൊരു വിഷയമാക്കി മാറ്റിയിട്ടുണ്ട് രേണു സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞാൻ കളിക്കാൻ വന്നത്, വിധവകൾക്ക് വേണ്ടിയാണ് ഞാൻ കളിക്കാൻ വന്നത്, നാട്ടിലെ അമ്മമാർക്ക് വേണ്ടിയാണ് ഞാൻ കളിക്കാൻ വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിക്ടിം കാർഡ് രേണു ഇറക്കുന്നുണ്ട്. അപ്പോൾ അക്ബർ വന്ന് പറയുന്നുണ്ട്, നാട്ടിലെ അമ്മമാർക്ക് വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയും രേണു സംസാരിക്കണ്ട, അതിന് വേറെ ആൾക്കാർ അല്ലെങ്കിൽ അവർ തന്നെ വന്ന് സംസാരിച്ചോളൂ, രേണുവിന് വേണ്ടി സംസാരിച്ചാൽ മതി, രേണുവിന് വേണ്ടി കളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് അക്ബർ ഇവരോട് സോറി പറയാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു, സോറി പറയുകയും ചെയ്തു. പക്ഷേ ഇവരത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. സ്വാഭാവികമായിട്ടും അവർക്കതൊരു വിഷയമാക്കി മാറ്റണമെങ്കിൽ മാത്രമേ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇതെടുത്ത് വെച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് രേണു അതൊരു വിഷയമാക്കി മാറ്റി. എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതൊരു ഗെയിം ഷോ ആണ്. അക്ബർ മനഃപൂർവ്വമല്ല രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ രേണു തന്നെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചല്ലേ, സെപ്റ്റിക് ടാങ്ക് വേട്ടപ്പട്ടി ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പരിധി കഴിയുമ്പോൾ രേണു തന്നെ ചിന്തിക്കും, ഞാൻ അങ്ങനെയാണോ എന്ന് രേണു സ്വയം അങ്ങ് ചിന്തിച്ച് പോവും. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഗെയിം ഷോ ആണ്. അതുകൊണ്ട് തന്നെ അക്ബർ മനഃപൂർവ്വം അല്ല വിളിച്ചത്, ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് ഒരു ഇരട്ടപ്പേര് കൊടുക്കാൻ പറഞ്ഞപ്പോൾ കൊടുത്തൊരു കാര്യമാണ്. അത് ചെയ്തത് ന്യായീകരിക്കുന്നതല്ല, തെറ്റാണ് ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ആസ് എ ഗെയിം അത് ആ ലെവലിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, അത് ആ വഴിക്കങ്ങ് പൊക്കോളും. അതിനെ വലിയൊരു സംഭവമാക്കുന്നത് രേണുവിൻ്റെ പുറത്തുള്ള PR ടീമുകളാണ്. ഒരുപാട് യൂട്യൂബ് ചാനലുകാർ ഇതിനെ വലിയൊരു സംഭവമാക്കി മാറ്റി ആൾക്കാരുടെ ഇടയിലോട്ട് ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതുകൊണ്ട് കാണുന്ന നമ്മൾ മണ്ടന്മാരല്ലല്ലോ, നമുക്ക് മനസ്സിലാവും ഇത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്, എവിടേക്കാണ് പോകുന്നത്. അക്ബർ ചെയ്തൊരു മണ്ടത്തരം എന്ന് പറഞ്ഞാൽ രേണുവിന് പുറത്ത് സപ്പോർട്ടേഴ്സിൻ്റെ അളവ് കൂട്ടിക്കൊടുത്തു ഈ ഒരൊറ്റ വാക്കിലൂടെ. ഇതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം. രേണു ഇത് സംസാരിക്കുമ്പോൾ തന്നെ അനു പറയുന്നുണ്ട്, ചേച്ചി അത് പറയരുത്, വിധവ അല്ലെങ്കിൽ വിധവകൾക്ക് വേണ്ടിയാണ്, അങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല, ചേച്ചി വന്നത് ചേച്ചിക്ക് വേണ്ടി കളിക്കാനാണെങ്കിൽ അത് പറഞ്ഞാൽ മതി. അത് കറക്റ്റ് പോയിൻ്റാണ് അനു പറഞ്ഞത്. അത് പറയേണ്ട സമയത്തിന് അനു എടുത്ത് പറയുകയും ചെയ്തു. അതിന് ഒരു സംശയവും വേണ്ട, വ്യക്തമായ ഒരു നിലപാട് തന്നെയാണ് ആ ഒരു കാര്യത്തിൽ അനു സംസാരിച്ചത്. അതിനുശേഷം പിന്നെ മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു, പണി സംവാദം എന്നാണ് എൻ്റെ പേര്, വാക്പോര്. അതായത് ബാഡ്ജില്ലാത്ത ആളുകളെ വിളിച്ചിട്ട് അവർ ബാഡ്ജിന് വേണ്ടി എന്തുകൊണ്ട് അവർക്ക് ബാഡ്ജ് വേണം, അവരെന്തുകൊണ്ട് ബാഡ്ജിന് അർഹരാണ് എന്ന് സമർത്ഥിക്കുന്ന ഒരു സെഗ്മെൻ്റ് ആയിരുന്നു. അതിനകത്ത് ജിസേലും നെവിനുമാണ് ആദ്യം സംസാരിച്ചത്. പിന്നെ ഷാരിക വന്നു, ആദില, നൂറ, ഒണിയൽ, ആര്യൻ ഇവരെല്ലാവരും വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. നെവിൻ്റെ സംസാരമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നെവിൻ ആ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കണം, ബിഗ് ബോസ് എനിക്ക് ഡ്രസ്സ് വേണം, എനിക്ക് ഡ്രസ്സ് ഇല്ലാത്ത എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അപ്പോൾ ഡ്രസ്സ് ഇല്ലാത്ത സിറ്റുവേഷൻ എനിക്ക് ബാഡ്ജെങ്കിലും വേണം, എങ്കിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ എന്നാണ് നെവിൻ പറയുന്നത്. ഒരു പരിധിവരെ
ശരിയല്ലേ? കാരണം നെവിൻ്റെ കോസ്റ്റ്യൂം അങ്ങനത്തെയാണ്, ഒരു സ്കൂൾ ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു യൂണിഫോം ലെവലുള്ള കോസ്റ്റ്യൂമാണ് നെവിൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരു ജോഡി ഡ്രസ്സെങ്കിലും ഇടാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും ആ മനുഷ്യൻ ചോദിക്കുന്നത്. കൊടുക്കുമായിരിക്കാം അല്ലെങ്കിൽ കൊടുക്കുമെന്ന് വിചാരിക്കാം. ഈ ബാഡ്ജ് കിട്ടിയാൽ ഡ്രസ്സ് കിട്ടുമല്ലോ, അതിന് വേണ്ടിയാണ് നെവിൻ ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആര്യൻ്റെ ബാഡ്ജ് നെവിൻ അടിച്ചു മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു, അത് തിരിച്ച് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ കുറേ കഥകൾ ഉണ്ടായിട്ടുണ്ട്. ആ ടാസ്കിൽ ജയിച്ചത് നെവിനും ആദിലയും നൂറയും ആര്യനുമാണ് ജയിച്ചത്. ഒപ്പം ജിസേലിൻ്റെ ഡ്രസ്സ് ബിഗ് ബോസ് തിരിച്ച് സ്റ്റോർ റൂമിലേക്ക് വെക്കാൻ പറഞ്ഞു. ഡ്രസ്സ് മാത്രമല്ല കേട്ടോ, കംപ്ലീറ്റ് ഐറ്റംസ് വയ്പ്പിച്ചു. ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ജിസേൽ. മേക്കപ്പ് ഐറ്റംസ് പോയി, ഡ്രസ്സ് പോയി. ആ ഒരു സിറ്റുവേഷനിൽ ജിസേലിന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ജിസേൽ ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുകയാണ്. ഈ ബാൻഡ് ജിസേലിൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് അല്ലെങ്കിൽ മോഷ്ടിച്ചു എന്ന് പറയുന്നത് അക്ബർ ആയിരുന്നു. പക്ഷേ അക്ബർ പറയുന്നു, ഞാനിത് മോഷ്ടിച്ചതല്ല, എവിടെ ഇരുന്ന് കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്തതാണ്, ഒരിക്കലും ജിസേലിൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചതല്ല. അപ്പോൾ ജിസേൽ അക്ബറിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടിയല്ലോ, ഡയറക്റ്റ് നോമിനേഷനിലേക്ക് പോയില്ലേ എന്നൊക്കെ ചോദിച്ച് അക്ബറിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ജിസേൽ ശ്രമിക്കുന്നുണ്ട്. ഇനി നെവിൻ്റെ ഡ്രസ്സിന് വേണ്ടിയുള്ള കരച്ചിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. നെവിൻ ക്യാമറ നോക്കി പറയണം. അപ്പോൾ ക്യാമറ ഡയറക്റ്റ് നെവിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഉടനെ നെവിൻ പറയുകയാണ്, ഇല്ല, ഈ ക്യാമറയോട് ഞാൻ മിണ്ടില്ല, നിങ്ങളോട് ഞാൻ മിണ്ടില്ല എന്ന് ക്യാമറ നോക്കി പറയുവാണ്. നെവിൻ ഡ്രസ്സിന് വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ നെവിൻ ഒരു എൻ്റർടൈനറാണ്. ബിഗ് ബോസിനെ ഈ സീസണിനെ സംബന്ധിച്ച് നെവിൻ ഒരു പക്ക എൻ്റർടൈനറാണ്. ലൈവിൽ ശരിക്കും നെവിൻ ഇല്ലെങ്കിൽ ലൈവ് കാണാൻ ഒരു സുഖമേ ഉണ്ടാവില്ല. ബാക്കി എല്ലാവരും തമ്മിലടിക്കുമ്പോൾ നെവിൻ അവിടെ എന്തെങ്കിലുമൊക്കെ കളിതമാശകൾ പറഞ്ഞ് ഒരു ഫണ്ണാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നെവിൻ ഈ സീസൺ ഒരു നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ്. ഗെയിം മെറ്റീരിയൽ ആണോ എന്നുള്ളത് നമുക്ക് പോകെ അറിയത്തുള്ളൂ, പക്ഷേ ഫൺ മെറ്റീരിയലാണ്, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായൊരു കാര്യം എന്ന് പറയുന്നത്, അക്ബറിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് അനുമോൾ പറയുന്നു. അയാളുടെ നോട്ടം ശരിയല്ല, അയാൾ ആളത്രം ശരിയല്ല, വെടിപ്പല്ല എന്നുള്ള ലെവലിൽ അനു സംസാരിക്കുന്നുണ്ട്. അത് അനുവിന് എന്തെങ്കിലും തോന്നിയിട്ടായിരിക്കും, നമുക്കറിയില്ല എന്താ കാര്യം എന്നുള്ളത്. പിന്നെ ജിസേലിന് വാണിംഗ് കൊടുക്കുകയാണ്. ബാഡ്ജ് ഇല്ലാതെ ഡ്രസ്സ് യൂസ് ചെയ്തതിനും അതുപോലെ തന്നെ മറ്റു മേക്കപ്പ് ഐറ്റംസ് യൂസ് ചെയ്തതിനും ജിസേലിനെ ബിഗ് ബോസ് വാൺ ചെയ്യുന്നു. ഒപ്പം ഉള്ള ഡ്രസ്സുകളും എല്ലാം അനുമതി ഇല്ലാതെ യൂസ് ചെയ്ത കംപ്ലീറ്റ് സാധനവും തിരിച്ചു കൊണ്ടുവയ്ക്കാൻ വേണ്ടി ബിഗ് ബോസ് ആവശ്യപ്പെടുന്നു. എല്ലാം തിരിച്ചു കൊണ്ട് വയ്ക്കുന്നു. പിന്നെ വീക്കിലി ടാസ്ക് ആയിരുന്നു, ഇന്നലത്തേൻ്റെ ബാക്കിയാണ്. അതിനകത്ത് എന്താ സംഭവം ചോദിച്ചാൽ, ഇപ്രാവശ്യം ബ്ലാക്ക് കോയിൻസ് ഇല്ല, പകരം ഗോൾഡ് കോയിൻ ഉണ്ടാവും, ഡെസ്റ്റിനി കോയിൻ ഉണ്ടാവും. ഡെസ്റ്റിനി കോയിൻ വെച്ചാൽ പുതിയൊരു ടൈപ്പ് കോയിൻ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇതിൻ്റെ പ്രത്യേകത, ഡെസ്റ്റിനി കോയിന് വിശിഷ്ട അധികാരം ഉണ്ടാവും. ഗോൾഡ് കോയിൻ എടുക്കുന്ന ആൾ അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് മറ്റൊരു ഗോൾഡ് കോയിൻ കൊണ്ടുവന്നാൽ മാത്രമേ, അല്ലെങ്കിൽ മറ്റൊരാളെ പറഞ്ഞു വിട്ട് ഗോൾഡ് കോയിൻ കളക്ട് ചെയ്താൽ മാത്രമേ ആ ഗോൾഡ് കോയിന് അധികാരം ഉണ്ടാവത്തുള്ളൂ. പക്ഷേ ഡെസ്റ്റിനി കോയിൻ അങ്ങനെയല്ല, മാക്സിമം കോയിൻ കളക്ട് ചെയ്യുന്ന ആൾക്ക് പണിപ്പുരയിലേക്ക് കയറാനും പറ്റും. അപ്പോൾ ഷാനവാസിനെ കിട്ടിയ ഗോൾഡ് കോയിൻ ആയിരുന്നു. അതുകൊണ്ട് ഒരു ഗോൾഡ് കൂടെ വേണം എന്നുള്ളത് കൊണ്ട് ആര്യനെ പറഞ്ഞു വിടുന്നു. പക്ഷേ ഷാനവാസിന് ആ ഗോൾഡ് കോയിൻ കിട്ടിയില്ല. ആര്യന് ഗോൾഡ് കോയിൻ കിട്ടിയില്ല. അതുകൊണ്ട് ഷാനവാസിന് കിട്ടിയ ഗോൾഡ് കോയിൻ അസാധുവായിട്ട് മാറുന്നു. അക്ബറിനാണ് ഗോൾഡ് കോയിനും ഡെസ്റ്റിനി കോയിനും കിട്ടിയത്. അപ്പോൾ അക്ബർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, സെക്കൻഡ് പ്ലേസ് കിട്ടിയത് അഭിലാഷായിരുന്നു. അപ്പോൾ അഭിലാഷിന് അക്ബർ ഗോൾഡ് കോയിൻ കൊടുത്തു, ഡെസ്റ്റിനി കോയിൻ അക്ബർ കയ്യിൽ വെച്ചു. അക്ബർ ഒരു നമ്പർ 1 പ്ലെയറാണ്, അതിന് യാതൊരു സംശയവുമില്ല. മൈൻഡ് കൊണ്ടാണ് അക്ബർ കളിക്കുന്നത്, ഓരോന്നും ചിന്തിച്ചാണ് പ്രവർത്തിക്കുന്നതും കളിക്കുന്നതും. അതുകൊണ്ട് തന്നെ അക്ബർ ഗോൾഡ് കോയിൻ അഭിലാഷിന് കൊടുക്കാൻ കാരണം, ഈ ഗോൾഡ് കോയിൻ ഉണ്ടെങ്കിൽ ആ ഗോൾഡ് കോയിൻ നാളൊരു പണിയായിട്ട് മാറാം. പക്ഷേ ഡെസ്റ്റിനി കോയിൻ ആണെങ്കിൽ പണിയില്ല, പകരം അധികാരമാണുള്ളത്. ആ അധികാരം അക്ബർ വളരെ നല്ല രീതിയിൽ വിനിയോഗിക്കുകയും ചെയ്തു. അത് ഞാൻ വഴിയെ പറയാം. ഈ ഡെസ്റ്റിനി കോയിൻ അക്ബറിൻ്റെ കയ്യിൽ കിട്ടിയത് കൊണ്ട് തന്നെ അക്ബറിന് ഒരാളെ, അതായത് പുകഞ്ഞ കൊള്ളി പുറത്ത് ടാസ്കിൽ പുറത്ത് കിടക്കുന്ന ഒരാളെ അകത്തേക്ക് വിളിക്കാം, പകരം അകത്ത് കിടക്കുന്ന ഒരാളെ പുറത്തേക്കാക്കാം. അങ്ങനെ ഒരു അധികാരമാണ് അക്ബറിന് കിട്ടിയത്. അത് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, അക്ബർ ഷാനവാസിനെ അകത്തേക്ക് കയറ്റി, മുൻഷി രഞ്ജിത്തിനെ പുറത്തേക്ക് വിട്ടു. ഇവരുടെ കൂടെ ഈ ബിൻസിയുടെയും ജിസേലിൻ്റെയും ഷൈത്യയുടെയും കൂടെ മുൻഷി രഞ്ജിത്തിനെ വിട്ടു. അവിടെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഷാനവാസിനെ അകത്തേക്കും കയറ്റി. കാരണം നാളെ കഴിഞ്ഞാൽ ഈ പരിപാടി അവസാനിക്കുകയാണ്, ഈ പറയുന്ന ടാസ്ക് അവസാനിക്കുകയാണ്. അപ്പോൾ ഷാനവാസ് ഒരു ഹീറോ ആയിട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തതെന്ന് പിന്നെ ഷൈത്യയോടും ബിൻസിയോടും അക്ബർ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. അതിനുശേഷം നടന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഗോൾഡ് കോയിൻ കിട്ടാതെ പോയ ആര്യനെയും ഷാനവാസിനെയും, ഇന്നലെ അക്ബറിനും ആര്യനും ഉണ്ടായ സെയിം ഇൻസിഡൻറ്റ്, അതായത് അവരൻ തമ്മിൽ സംസാരിച്ച് നോമിനേഷനിലേക്ക് പോകണമല്ലോ, അതേ സാധനം ഇവിടെ ഷാനവാസിനും ആര്യനും കിട്ടി. പക്ഷേ ഇപ്രാവശ്യം ഡിസ്കഷനൊന്നുമില്ല, കൺഫെഷൻ റൂമിലേക്കൊന്നും വിളിച്ചിട്ടില്ല. എന്നാൽ അഭിലാഷിന്, അതായത് സെക്കൻഡ് പ്ലേസിൽ വന്ന അഭിലാഷിന് ഇതിലൊരാളെ നോമിനേറ്റ് ചെയ്യാം. അഭിലാഷ് നേരെ എന്ത് ചെയ്തു, ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തു. അടുത്ത ആഴ്ചത്തെ ഡയറക്റ്റ് എവിക്ഷനിലേക്കുള്ള നോമിനേഷനിലേക്ക് ഷാനവാസിനെ ഇട്ടു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇന്നലത്തെ ടാസ്കിനകത്ത് അക്ബറും ഷാനവാസും കൂടിയാണ് അനീഷിനെ ഉന്തുവണ്ടിക്കകത്തിരുത്തി ഉന്തിക്കൊണ്ടിരുന്നത്. 2 പ്രാവശ്യം അനീഷിനെ തള്ളിയിട്ടു. അത് ഷാനവാസും അക്ബറും കൂടിയാണ്. പക്ഷേ അക്ബർ ഈ പറയുന്ന 2 പേരിൽ ഇല്ലാത്തത് കൊണ്ട് ഷാനവാസിനെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് അഭിലാഷ് പറഞ്ഞു വിട്ടു. അതിനുശേഷം പിന്നെ ബിന്നിയെക്കുറിച്ച് ഷാനവാസും ഒനിയലും കൂടി കിച്ചണിൽ നിന്ന് സംസാരിക്കുകയാണ്. ബിന്നി
ഒരു നല്ല പ്ലെയർ ആണ്, നമുക്ക് പേടിക്കേണ്ട ഒരു വ്യക്തിയാണെന്ന ലെവലിലേക്ക് ബിന്നി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുന്നതോറും. ബിന്നിയുടെ ഗെയിം പ്ലാനൊക്കെ മാറുന്നു. ബിന്നി ശരിക്കും ഒരു നല്ല വ്യക്തിത്വത്തിനുടമയാണ്, അതോടൊപ്പം തന്നെ നല്ലൊരു ഗെയിമറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ശബ്ദിക്കേണ്ടടുത്ത് ശബ്ദിക്കുന്നുണ്ട്, ഒച്ചയെടുക്കേണ്ടടുത്ത് ഒച്ചയെടുക്കുന്നുണ്ട്, എന്നാൽ ഓവറായിട്ട് എല്ലാവരും പോലെ അലമുറയായിട്ട് വിളിക്കുന്നുമില്ല. അങ്ങനൊരു ഗെയിമറാണ് ബിന്നി. ഇതെനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്. പിന്നെ ബിന്നിക്കെതിരെ വീണ്ടും അക്ബറും ശരത്തും ആര്യനും കൂടി സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ശൈത്യനെ അകത്ത് കയറ്റിയിട്ട് അല്ലെങ്കിൽ ബിൻസിനെ അകത്ത് കയറ്റിയിട്ട് ബിന്നിയെ പുറത്ത് വിട്ടില്ല എന്നൊക്കെ അക്ബറിനോട് ഇവർ രണ്ടുപേരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അതുകൊണ്ടല്ല, ഷാനവാസ് ഈ ഹീറോ പരിവേഷം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഷാനവാസിനെ അകത്ത് കയറ്റിയതും രഞ്ജിത്തിനെ പുറത്തിറക്കിയതെന്നൊക്കെ അക്ബർ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അനീഷ് ഷാനവാസിനെതിരെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഷാനവാസിനെ വല്ലാണ്ട് ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, നീ വെറും മണ്ടനാണ്, തിരുമണ്ടനാണെന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാണ്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സീസണിൽ ഞാൻ കണ്ട ഒരു ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പരസ്പരം ബഹുമാനം ആർക്കും ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ബഹുമാനം ആർക്കും ഇല്ല. എടാ പോടാ വാടാ പോടി ഇമാതിരി ഡയലോഗുകളും ഇതുവരെയുള്ള സീസണുകളിൽ ഒന്നും പറയാത്ത ആളുകൾ പറയുന്ന കാര്യങ്ങളാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിസംബോധന ചെയ്യുന്നത് അല്ലെങ്കിൽ വിളിക്കുന്നത്. അപ്പോൾ യാതൊരു ബഹുമാനമില്ലാത്ത ലെവലിലാണ് സംസാരിക്കുന്നത്. അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. പിന്നെ ഷാനവാസ് ആദ്യത്തെ ദിവസം ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ശരത്തിനോടും അക്ബറിനോടും വന്ന് സംസാരിച്ചു. ഞാൻ അഭിനയിക്കുമായിരുന്നു, ഞാൻ ഉറങ്ങിയതല്ല. ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് പറഞ്ഞിട്ടാണ് ശൈത്യയും ജിസേലും ഉറങ്ങാതിരുന്നത്, ഷാനവാസിനെ ഉറങ്ങാൻ വിട്ടത്. പക്ഷേ ഷാനവാസ് ഇപ്പോൾ പറയുന്നു ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ അഭിനയിക്കുമായിരുന്നു പറയുന്നു. ഇത് അവരെ ചീറ്റ് ചെയ്തതായിട്ട് അവർക്ക് ഫീൽ ചെയ്തു. അക്ബർ അത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ പോയി പറഞ്ഞും കൊടുത്തു. സ്വാഭാവികമായിട്ടും ബിൻസി അത് കയറി ഇടപെട്ടു. ബിൻസിയും ഷാനവാസും തമ്മിൽ സംസാരം ഉണ്ടാകുന്നു, വൻ തർക്കം ഉണ്ടാകുന്നു. ഷാനവാസ് അത് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പം അക്ബറും ശരത്തും കൂടി അപ്പുറത്ത് അല്ല അങ്ങനെയല്ല ഇങ്ങനെയാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് തമ്മിൽ തർക്കം വല്ലാണ്ട് രൂക്ഷമായി. അതിനുശേഷം ശൈത്യ ചോദിക്കുന്നുണ്ട്, ചേട്ടാ മനസാക്ഷി തോന്നിയിട്ടല്ലേ ഞങ്ങൾ ഉണർന്നിരുന്നതും ചേട്ടനെ ഉറങ്ങാൻ വിട്ടതും? എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ബിഗ് ബോസിനകത്ത് മനസാക്ഷിയോ? അപ്പോൾ ഇവർ ആർക്ക് വേണ്ടിയാണ് കളിക്കാൻ വന്നേക്കുന്നത്? അവനവന് വേണ്ടി കളിക്കാൻ വന്നതല്ലേ? മറ്റേ ആളെ ഈ കളിക്കാൻ പറഞ്ഞു വിട്ടിട്ട് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരുന്നാൽ മതിയോ? ഇതിനകത്ത് മനസാക്ഷിക്ക് യാതൊരു വാല്യൂ ഇല്ല കേട്ടോ, തുറന്നു പറയാമല്ലോ. ബിഗ് ബോസ് ഷോയ്ക്കകത്ത് മനസാക്ഷി കാണിച്ചാൽ കാണിക്കുന്നവൻ നോക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ വീക്ക്ലി ടാസ്കിൻ്റെ ലാസ്റ്റ് ഈ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോയിൻസ് മാത്രമാണ് അവിടെ ഉണ്ടാവുക. വൈറ്റ് മാത്രം കൗണ്ട് ചെയ്യാൻ പറയുന്നുണ്ട്, വൈറ്റ് മാത്രം എടുക്കാൻ പറയുന്നുണ്ട്. ബസർ കേൾക്കുമ്പോൾ അവിടെ ഒരു മാർക്ക് ഉണ്ടാവും ഗാർഡൻ ഏരിയയിൽ, ആ മാർക്കിൽ വന്ന് നിൽക്കുക. അവിടുന്ന് രണ്ടാമത്തെ ബസർ കേൾക്കുമ്പോൾ കോയിൻ പെറുക്കിയെടുക്കണം. ആ ടാസ്കിൽ അക്ബറാണ് ജയിച്ചത്. 36 39 കോയിനാണ് അക്ബർ കളക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ അക്ബറിനാണ് പണിപ്പുരയിലേക്ക് പോകാനുള്ള അവസരം. ആ അവസരം അക്ബറിന് കിട്ടിയതുകൊണ്ട് തന്നെ ബിന്നി വന്നിട്ട് അക്ബറിനോട് പറയുന്നുണ്ട്, ഒരു പാക്കറ്റ് ഗോതമ്പ് പൊടി മാത്രമാണ് ഇനി അവിടെ ഉള്ളത്, ഒരൊറ്റ ദിവസത്തെ ഫുഡിനുള്ള ഗോതമ്പ് പൊടിയേ ഉള്ളൂ, വേറെ ഫുഡ് ഐറ്റംസ് ഒന്നുമില്ല. അതുകൊണ്ട് പണിപ്പുരയിലേക്ക് പോകുമ്പോൾ അതൊന്നും മൈൻഡിൽ വേണം. ഇത് പറഞ്ഞപ്പോൾ അക്ബർ പറയാണ്, അല്ല ബിന്നി എനിക്ക് 2 ജോഡി ഡ്രസ്സെങ്കിലും എടുക്കണ്ടേ, ഡ്രസ്സ് ഇട്ടുകൊണ്ടിരുന്ന കുഴപ്പമില്ല, പക്ഷേ ഭക്ഷണം കഴിക്കാൻ ഒന്നും ഉണ്ടാവില്ല എന്ന് ബിന്നി അക്ബറിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനിത് പറഞ്ഞേ ഉള്ളൂ, ബാക്കി നിങ്ങളുടെ ഇഷ്ടം എന്ന ലെവലിൽ ബിന്നി സംസാരിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ജിസേലിനെ ഡേറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല, ഒരു മല്ലു ബോയിനെയും ഡേറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് നെവിൻ ചലഞ്ച് ചെയ്യുകയാണ്. ഞാൻ കത്തിച്ച് കളയും എന്നൊക്കെ പറഞ്ഞിട്ട് ചലഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർ തമ്മിൽ സംസാരിച്ചത് ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ മിക്സ് ചെയ്ത് സംസാരിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ ബിഗ് ബോസ്, അതെ ഇതൊരു മലയാളം ഷോ അല്ലേ, മലയാളം ഷോയിൽ മലയാളം പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചു. സോറി ബിഗ് ബോസ് എന്ന് അക്ബർ അവിടെ വിളിച്ച് പറയുകയും ചെയ്തു. ഇത് കഴിഞ്ഞിട്ടാണ് ഈ ബിന്നി വന്ന് സാധനമില്ല എന്നുള്ള കാര്യം പറയുന്നത്. അതിനുശേഷം പുകഞ്ഞകൊള്ളി പുറത്ത് ടാസ്കിൽ ഷാനവാസിന് പകരം രഞ്ജിത്തായിരിക്കും ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു. ശൈത്യ കട്ടിൽ കിടന്ന് എന്തായാലും ഉറങ്ങിപ്പോവും എന്ന് ശരത്ത് അക്ബറിനോട് പറയുന്നു. പക്ഷേ ശൈത്യനെ എടുത്തിട്ട് റെഡ് പോയിന്റ് കൊണ്ട് വെക്കാൻ മനസ്സ് വരുന്നില്ല എന്നും അക്ബർ പറയുന്നുണ്ട്. അവിടെ ഒരു സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ അത് നേരത്തെ പറഞ്ഞു, ഇതിനകത്ത് ഈ ഷോയ്ക്കകത്ത് മനസാക്ഷി, സെൻറ്റിമെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു സഹാനുഭൂതി, സഹതാപം അതൊന്നും തോന്നിയിട്ട് യാതൊരു കാര്യമില്ല. ഇതൊരു ഷോയാണ്. ഒരാൾ ഓരോരുത്തരായിട്ട് പുറത്ത് പോയാൽ മാത്രമേ ഒരാൾക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് എല്ലാവരും ഈ 19 പേരുണ്ടെങ്കിൽ ഈ 20 പേരുണ്ടെങ്കിൽ 19 കണ്ടസ്റ്റൻസ് 20 വ്യക്തികൾ, ഈ 20 പേരെ 100 ദിവസം കൊണ്ടുപോകാൻ എന്തായാലും പറ്റത്തില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ പുറത്ത് പോയേ പറ്റുള്ളൂ. അതിനകത്ത് സെൻറ്റിമെൻറ്റ്സ് തോന്നിയിട്ട് ഒരു കാര്യമില്ല. അത് ഇവർ മനസ്സിലാക്കുന്നില്ല. ഇവരെപ്പോഴും ആരെയും പുറത്ത് വിടാൻ പറ്റില്ല എന്ന ലെവലിൽ നിൽക്കുകയാണ്. ഷാനവാസിനും ബിൻസിക്കും എതിരെയാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്, അക്ബറും ശരത്തും കൂടി പ്ലാൻ ചെയ്യുന്നത്. പറയുന്ന കാര്യത്തിലേ ഉള്ളൂ, ബിൻസി ഇപ്പോൾ ഇന്ന് ഷാനവാസിനെതിരെ ഇത്രയും കാര്യത്തിൽ സംസാരിച്ചില്ലേ, നാളെ നമുക്കെതിരെ സംസാരിക്കില്ല. ഷാനവാസ് പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്കെതിരെ സംസാരിക്കില്ല എന്ന് എന്ത് ഉറപ്പുണ്ട്? അതുകൊണ്ട് ബിൻസിയും പുറത്ത് പോകേണ്ട ഒരു വ്യക്തി തന്നെയാണ്. അതുപോലെ ബിന്നിനെയും പുറത്ത് വിടണം എന്നൊക്കെ പറഞ്ഞിട്ട്, ബിന്നിയെ വിശ്വസിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അത് എന്തെന്ന് പറയുന്നത്, ജിസേൽ കട്ടിൽ കിടന്ന് ഉറങ്ങുന്നു. മുൻഷി രഞ്ജിത്ത് ഒണിയിലുമായിട്ട് സംസാരിച്ച് നിൽക്കുന്നു. പെട്ടെന്ന് ഒണിയിൽ ഉറങ്ങാൻ വേണ്ടി പോകുന്നു. ഏകദേശം 2:45-3 മണിയോളം ആയിട്ടുണ്ട്. ആ സമയത്ത് ജിസേൽ ചാടി എഴുന്നേൽക്കുന്നു. അപ്പം രഞ്ജിത്ത് പറയുന്നുണ്ട്, ഒണിയിൽ പോയതാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല, ഉറങ്ങിക്കോ, യു സ്ലീപ്പ് എന്നൊക്കെ പറഞ്ഞ് ജിസേലിനെ ഉറക്കാൻ വിടുന്നു. അപ്പോഴേക്കും എപ്പിസോഡ് അവസാനിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ഉറങ്ങിക്കിടന്ന പലരും ഉണർന്നു തുടങ്ങി. രേണു സുധി വിക്ടിം കാർഡ് ഇറക്കി തുടങ്ങി. അപ്പോൾ ഇപ്പോൾ പുറത്ത് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നാളെ ഉറപ്പായിട്ടും, ഞാൻ എഴുതി വെച്ചോ, നാളെ ഉറപ്പായിട്ടും വിഷമിക്കേണ്ടി വരും.
കഴിഞ്ഞ സീസണിൽ ജിൻഡോയ്ക്ക് വോട്ട് ചെയ്തിട്ട് ഇപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട് അയ്യോ ഞാൻ ജിൻഡോയ്ക്ക് വോട്ട് ചെയ്ത് പോയി എന്ന് പറയുന്നുണ്ട്. ആ പറഞ്ഞതുപോലെ നാളെ രേണുസുധിയുടെ കാര്യത്തിലും നിങ്ങൾ സംസാരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ആ ലെവലിലാണ് അവരുടെ പ്രവർത്തികൾ പോകുന്നത്. ഒരു ടാസ്കിൽ പങ്കെടുത്തു, ആ ടാസ്കിൽ സംഭവിച്ച കാര്യത്തെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതവിടെ വിടുന്നില്ല. അതിനകത്ത് ഈ പറഞ്ഞ വിക്ടിം കാർഡും അതും ഇതൊക്കെ ഇറക്കി. അപ്പോൾ പോകെ പോകെ ഇവരുടെ തനി സ്വഭാവങ്ങൾ പുറത്ത് വന്നുകൊണ്ടേയിരിക്കും, അതിന് യാതൊരു സംശയവും വേണ്ട. അതുപോലെ തന്നെ ബിന്നി ഉണർന്നു കഴിഞ്ഞു, ബിന്നിയുടെ ഗെയിം പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്, ബിൻസി സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്, അതുപോലെ അനുമോൾ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അനുമോൾ നേരത്തെ ക്യൂട്ട്നെസ് വാരി വിതറി നടക്കുകയായിരുന്നു, പക്ഷേ ഇപ്പോൾ അത്യാവശ്യം റിയാക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉറങ്ങി നിൽക്കുന്നത് ഇപ്പോഴും ശാരിക മാത്രമാണ്. ശാരികയും അത്യാവശ്യം സംസാരിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട്, അല്ലാണ്ട് പുറത്ത് കണ്ട ശാരികയല്ല ബിഗ് ബോസിനകത്ത്. അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, പറയേണ്ടതുപോലെ പറയുന്നുണ്ട്. പക്ഷേ സരികയാണ് എപ്പോഴും ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നത്. സരികയും അതുപോലെ മുൻഷി രഞ്ജിത്തുമാണ് പലയിടത്തും സൈലൻ്റ് ആയിട്ട് കാണുന്നത്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും ഇങ്ങനെ ഗെയിമിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ബിഗ് ബോസ് എന്താണെന്ന് അവർക്ക് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയം തന്നെയാണ്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെ ബഫർ ചെയ്യുന്ന ഒരു എപ്പിസോഡാണ് കണ്ടത്, കംപ്ലീറ്റ് ബഫർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിലേക്ക് എഴുതി വയ്ക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡോ അല്ലെങ്കിൽ അടുത്ത ലൈവ് അപ്ഡേറ്റോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.